സർ, ഈ അടുത്ത കാലത്തായി നമ്മുടെ സംസ്ഥാനത്ത് RC ബുക്ക് നൽകുന്നില്ല, അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അതേപോലെ ലൈസൻസ് നൽകുന്നില്ല. എവിടുക്കാ സർ ഇതിന്റെ പോക്ക്? കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാം ഒക്കെ ഒന്ന് ഇപ്പൊ പറയണം. ലൈസൻസ് ഏത് ഓഫീസിലാണോ രജിസ്റ്റർ ചെയ്തെന്ന് വെച്ചാൽ അവിടുന്ന് കൊടുത്തിരുന്നു. ഇപ്പോഴോ അത് കേന്ദ്രീകൃതമാക്കി, നമ്മുടെ ലൈഫിന്റെ മാതിരി. ആ കേന്ദ്രീക ആക്കിയതുകൊണ്ട് അവർക്ക് 9 കോടി to 10 കോടി രൂപ പണം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് അവർ RC ബുക്ക് കൊടുക്കില്ല. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട കൈവള്. കാസർഗോഡോ അല്ലെങ്കിൽ കണ്ണൂരോ ഇല്ല ആളുകൾ അവിടെ പോയി അതിർത്തിയിലെത്തി കർണാടകക്കാർ ചെക്ക് ചെയ്താൽ RC ബുക്ക് നമ്മളെ കയ്യിൽ പ്രിന്റാ തരുന്നത് സർ. RC ബുക്ക് ഇല്ലാത്തതിന്റെ പേരിൽ 10,000-15,000 രൂപ. ലൈസൻസ് ഇല്ലെങ്കിൽ ആ വണ്ടി അവിടെ സ്റ്റേഷനിൽ കയറ്റിയിടാം. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കണ്ണു തെറ്റിയാൽ കണ്ണിലെ കൃഷ്ണമണി വരെ കട്ടോണ്ട് പോകുന്ന പെരുങ്കള്ളൻ, വേഷം മാറി എന്ത് വേഷം കെട്ടും കാണിക്കുന്ന വെറും വൃത്തികെട്ടവൻ. ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, വാഹന ഉടമകൾക്ക് വേണ്ടി, ലൈസൻസ് എടുക്കുന്ന സാധാരണക്കാർ ചെറുപ്പക്കാർക്ക് വേണ്ടി ഈ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഗവൺമെന്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ അതേ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊള്ളുന്നു. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, ധനകാര്യമന്ത്രിയും ഇടപെട്ടിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു 3-4 അടി പ്രിന്റിംഗ് തുടങ്ങിയാൽ അങ്ങ് പറഞ്ഞതുപോലെ RT ഓഫീസ് തന്നെ തരും. ഇവിടെ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടു.